മോദി നാളെ കേരളത്തിലെത്തുകയാണ്. ഇത്തവണത്തെ വരവിൻ്റെ പ്രത്യേകത എന്താ സർ? മോദി ഇത്തവണ വരുന്നത് BJP-യുടെ മേയർ ഭരിക്കുന്ന തിരുവനന്തപുരത്താണ്, കേരളത്തിൻ്റെ തലസ്ഥാനത്താണ്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ വരുന്നത് വല്ലാത്തൊരു ആവേശത്തിലാണ്. കാരണം കേരളം പിടിക്കാം എന്ന് BJP ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന നിർണായകമായ നീക്കങ്ങളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഭരണം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. മോദി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ 3 തവണ ട്വീറ്റ് ചെയ്തു. നോക്കൂ, കേരളത്തിലെ, ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നിൻ്റെ അധികാരം BJP-ക്ക് കിട്ടിയപ്പോൾ മോദി 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഗുജറാത്തിൽ അഹമ്മദാബാദാണ് ആദ്യം നമ്മൾ ജയിച്ചത്, പിന്നെയാണ് ഗുജറാത്ത് പിടിച്ചത്. അങ്ങനെ കേരളം പിടിക്കാനുള്ള BJP-യുടെ പദ്ധതിക്ക് കെ സുരേന്ദ്രൻ BJP-യുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് തൃശ്ശൂർ എന്ന് ഒരു പാർലമെൻറ്റ് സീറ്റ് പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് നമ്മുടെ ഒരു പ്രതിനിധിയെ, മോദിക്ക് പിന്തുണ കൊടുക്കാൻ ഒരാളെ നമുക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ അധികാരം പിടിക്കുമെന്നതിൻ്റെ സാക്ഷ്യം പറയൽ പോലെ തിരുവനന്തപുരം തലസ്ഥാന നഗരം പിടിച്ചിരിക്കുന്നു. അതാണ് മോദിയുടെ ഈ വരവിൻ്റെ വ്യത്യാസം. മോദി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 3 മണിക്കൂറേ ഉള്ളൂ. മോദി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം BJP-ക്ക് കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും. എന്നിട്ട് അടുത്ത 5 വർഷക്കാലം 2030 വരെയുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് രാജീവ് ചന്ദ്രശേഖർ പാലിച്ചിരിക്കുന്നു. നമ്മുടെ BJP-യുടെ ജീവാത്മാവും പരമാത്മാവുമായ സാക്ഷാൽ പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് വരികയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് റോഡ് ഷോ ആയിട്ടാണ് മോദി വരുന്നത്. കാരണം തിരുവനന്തപുരത്ത് മുഴുവൻ ജനങ്ങളെ കാണാം. വിമാനം ഇറങ്ങിയിട്ട് വിമാനത്താവളം മുതൽ ജനങ്ങളെ കണ്ട് റോഡ് ഷോയായി അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത്. മോദി തിരുവനന്തപുരത്ത് അങ്ങനെ ദീർഘമായ ഒരു റോഡ് ഷോ നടത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങി അവരെ ആശീർവദിച്ച് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരം ഇപ്പോൾ മോദിയുടെ മണ്ണായി മാറിയിരിക്കുന്നു. മോദിയുടെ പാർട്ടിയാണ് ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നത്. അടുത്ത 5 വർഷക്കാലം തിരുവനന്തപുരത്ത് BJP നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ നടത്തുന്ന വികസനങ്ങൾ കേരളത്തിൻ്റെ മുന്നിൽ മാതൃകയായിട്ട് ഷോക്ക് കേസ് ചെയ്യാനുള്ളതാണ്. അത് കാണിച്ച് വേണം, നിങ്ങൾ ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ്റെ, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഞങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഈ തലസ്ഥാനം 5 വർഷം കൊണ്ട് എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളോടും ലോകത്തോടും വിളിച്ചു പറയണം. കാരണം ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 തവണ ട്വീറ്റ് ചെയ്തപ്പോൾ ലോകത്തെല്ലാവരും നോക്കിയാൽ നരേന്ദ്രമോദി എന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തി നരേന്ദ്രമോദിയാണ്. മോദി ഒരു ട്വീറ്റ് ചെയ്താൽ അത് കോടിക്കണക്കിന് ആളുകൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ളത് മോദിക്കാണ്. അതുകൊണ്ട് എന്താണ് ഒരു കോർപ്പറേഷൻ്റെ കാര്യത്തിൽ മോദി ഇങ്ങനെ 1, 2, 3 തുടർച്ചയായി ട്വീറ്റ് ചെയ്യുന്ന സാഹൂതം ലോകം നോക്കി. ആ ലോകം ഇനി തിരുവനന്തപുരത്തേക്ക് നോക്കും, VV രാജേഷിനെ നോക്കും, അദ്ദേഹത്തിൻ്റെ ടീമിനെ നോക്കും. ആ ടീമിന് കരുത്ത് പകരാനാണ് മോദി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കാണണം. അങ്ങനെ മോദി വരികയാണ്. അതിനകത്തൊരു വല്ലാത്ത വാശിയുണ്ട്. മോദി വരാൻ വേണ്ടി സെൻട്രൽ സ്റ്റേഡിയം ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല. നമ്മൾ ആ വീഡിയോ നമ്മളാണത് ആദ്യം ബ്രേക്ക് ചെയ്തത്. നമ്മുടെ പ്രിയൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. തിരുവനന്തപുരത്ത് ചോദിച്ചു, അത് റെയിൽവേയുടെ 4 പുതിയ ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയുണ്ട്, അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഡിയം ചോദിച്ചു, കൊടുത്തില്ല. അവിടെ റിപ്പബ്ലിക് ദിന പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചു. അങ്ങനെ പിന്നെ കോർപ്പറേഷൻ തീരുമാനിച്ചു, ഇവരുടെ ഒന്നും സഹായം വേണ്ട, ഞങ്ങളുടെ സ്ഥലമുണ്ട് പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ മോദി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വരുന്നത്. ശ്രീ പത്മനാഭൻ്റെ തൊട്ടടുത്താണ് പുത്തരിക്കണ്ടം മൈതാനം. അപ്പോൾ പത്മനാഭൻ്റെ മണ്ണിൽ തന്നെ, തിരുവനന്തപുരം മുഴുവൻ പത്മനാഭൻ്റെ മണ്ണാണ്, എന്നാൽ പത്മനാഭൻ്റെ തൊട്ടടുത്ത് പത്മനാഭൻ്റെ ഏറ്റവും വലിയ ദാസനായ മോദി വരട്ടെ എന്ന് കാലം നിശ്ചയിച്ചതായിരിക്കാം. മോദി വരുന്നത് എനിക്ക് വലിയ പ്രതീക്ഷയാണ്. കേരളം വല്ലാതെ അതിവേഗത്തിൽ കേരളം മാറാൻ പോവാണ്. BJP-യുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങോടെ BJP-യുടെ 50 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ 30-ാം തീയതിക്ക് മുമ്പ്, ജനുവരി 30-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ BJP സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവും. അത് വെറുതെ പ്രഖ്യാപിക്കപ്പെടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര നേതാവ് വന്നിട്ട് പ്രഖ്യാപിക്കുമോ? ഒരുപക്ഷെ BJP-യുടെ പുതിയ അധ്യക്ഷൻ തന്നെ വന്നിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനും മതി. ഏതായാലും BJP തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ്.
തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ BJPയുടെ ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത് തിരുവനന്തപുരം കാണിച്ചുകൊണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഫ്ലോറിൽ നമ്മുടെ തിരുവനന്തപുരം മേയർ BB രാജേഷ് വന്നപ്പോൾ വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രേക്ഷകർ കണ്ടതാണ്. രാജേഷ് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇന്ത്യ ലൈവിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തി നമ്മളോട് സംസാരിച്ച് അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന പദ്ധതി ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ഒരു മേയർ ഒന്ന് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ ഉണ്ടാക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അതുപോലെ വമ്പൻ പദ്ധതി ഉണ്ടാക്കുമെന്ന് പറയാതെ ആദ്യം രാജേഷ് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഭയങ്കരമായി നമ്മൾ അസ്റ്റോണിഷ്ഡ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറയുന്നത്, അത് തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമാണ് നായശല്യം. അതിനുള്ള പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയാം. നോക്കൂ, ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുക. കാറിൽ പോകുന്നവർക്ക് എന്തു പട്ടിശല്യം, നടന്നു പോകുന്നവർ, സൈക്കിളിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവരൊക്കെ ഏറ്റവും വലിയ ഭീഷണിയാണ് നായശല്യം. നായകളെ മുഴുവൻ കൊല്ലണമെന്നില്ല, പക്ഷെ നായകളുടെ കടിയേൽക്കാതെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രിയോറിറ്റിയാണ്. അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ വലിയ പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് ഒരൊറ്റ മഴയ്ക്ക് വെള്ളത്തിനടിയിലാകുന്ന തിരുവനന്തപുരം, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അടിസ്ഥാനമായി ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുക, വേണം കളിയാക്കാം. ഇപ്പം നമ്മൾ മോദി സർക്കാരിനെ കുറിച്ച് പറയുന്നത് പിന്നെ ശൗചാലയം ഉണ്ടാക്കി, കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി പെട്രോളിന് വില കൂട്ടി. എല്ലാവരുടെയും വീടിനകത്ത് കക്കൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് കക്കൂസിൻ്റെ പ്രാധാന്യം. വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലണം. അവിടുത്തെ സ്ത്രീകൾ പുലർച്ചെ 5 മണിക്ക് മുമ്പും രാത്രി 7 മണിക്കും ശേഷം മാത്രമാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നത്. അവർക്ക് ശൗചാലയമില്ല. അവരെന്നിട്ട് ഈ പുലർച്ചെ നേരം വെളുക്കും മുമ്പും ഇരുട്ട് വന്നതിന് ശേഷവും മാത്രം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ എത്രമാത്രം അക്രമത്തിന് ഉണ്ടായിരുന്നറിയാമോ? അത് പരിഹരിച്ച് അവരുടെയൊക്കെ വീട്ടിൽ ശൗചാലയം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, ഞാൻ പണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ കണ്ടിട്ടുണ്ട്, രാവിലെയൊക്കെ റെയിൽവേ ട്രാക്കിൻ്റെ 2 വശങ്ങളിലും ചെറിയൊരു മൊന്തയുമായിട്ട് വന്നിരുന്ന് ട്രാക്കിനരികിലിരുന്ന് കാര്യം സാധിക്കുന്ന സ്ത്രീകൾ. എത്ര ലജ്ജാകരമാണ്. അവർക്ക് എന്തുമാത്രം നാണക്കേടുണ്ടായിരിക്കും. ശീലം കൊണ്ട് അവർക്ക് മാറിയിരിക്കുക, എന്നാൽ പോലും ഒരു മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമല്ല. പിന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ മുഴുവൻ ഉണ്ടാകുന്ന അഴുക്ക്, അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്ത്രീകളുടെ വലിയ പ്രശ്നമാണ് ഈ കരിയും പുകയുമേറ്റ് ശ്വാസകോശ രോഗം ബാധിക്കുന്ന അമ്മമാർ, സഹോദരിമാർ. അവർക്ക് വേണ്ടി വീട്ടിലേക്ക് സൗജന്യമായി പാചകവാതം കൊടുക്കുന്ന പദ്ധതി, ഉജ്ജ്വൽ യോജന, ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ കളിയാക്കിയുണ്ട്. അപ്പോൾ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് എനിക്കൊന്ന് മോദിയെ മാതൃകയാക്കിയിട്ടാണ് രാജേഷ് പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രശ്നം നായശല്യം തീർക്കുക. അപ്പോൾ പിന്നീട് ഞാനങ്ങോട്ട് ചോദിക്കുകയാണ്, മെട്രോ വരത്തില്ല, അത് ആലോചിക്കണം, ചെയ്യാം. പക്ഷേ എന്താ വേണ്ടത്, ഉടൻ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുക. ആമയിഴഞ്ചാൻ തോട് മാത്രം മതിയല്ലോ, ഒരു പാവപ്പെട്ട മനുഷ്യനെ അതിൽ കുടുങ്ങി മരിച്ചു പോയില്ലേ. എന്തൊരു ദുർഗന്ധമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ കടന്നു പോകുന്ന ആമയിഴഞ്ചാൻ തോട്. ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല, അതൊന്ന് വൃത്തിയാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കൊച്ചിയും തിരുവനന്തപുരം കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം, പക്ഷേ കൊച്ചിയിലുള്ള വലിയ വികസന പദ്ധതികളോ ഒന്നും തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരം അല്ലേ ശരിക്കും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ ഒന്നാമത് നിൽക്കേണ്ട ഒരു നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എന്തുണ്ട്? അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ, എനിക്ക് തോന്നുന്നത് ഞെട്ടിക്കുന്ന പദ്ധതികൾ BJP ഒരു വലിയ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. അത് രഹസ്യമാണ്. ചില കാര്യങ്ങൾ എന്നോട് ചില ആളുകൾ പറഞ്ഞു, പക്ഷേ നമ്മളത് ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് ശരിയല്ല. സ്കൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാമായിരിക്കും, പക്ഷേ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. നമ്മളാണ് ഈ തിരുവനന്തപുരത്ത് ആരാണ് മേയർ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു പേരും പറഞ്ഞില്ല. മേയർ ആരാണെന്നുള്ളത് BJP തീരുമാനിക്കും, മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്ത് BJP നടപ്പാക്കാൻ പോകുന്ന വികസന, നരേന്ദ്രമോദി നാളെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രകടന പത്രികയിലെ വികസന രേഖയിലെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ മോദി പറയേണ്ട കാര്യം പാവപ്പെട്ട ഞാനല്ല പറയേണ്ടത്, അത് മോദി പറയട്ടെ. അദ്ദേഹമാണ് പറയേണ്ടത്, അദ്ദേഹമാണ് രാജ്യത്തോട് പറയേണ്ടത്. അതിന് എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കാനൊന്നും നമ്മളില്ല. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ സന്തോഷകരമാണ്. നരേന്ദ്രമോദി വീണ്ടും വരുന്നു എന്നത് മാത്രമല്ല, വന്നിട്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വികസന രേഖ അവതരിപ്പിക്കുന്നു. അതിനൊരു വലിയ പ്രാധാന്യം എന്നറിയോ, BB രാജേഷ് ഒരു വികസന രേഖ അവതരിപ്പിക്കുന്നു. ആരവതരിപ്പിക്കുന്നു? തിരുവനന്തപുരം മേയർ അവതരിപ്പിക്കുന്നു. അതിന് മേയറുടെ ഗ്യാരണ്ടിയാണുള്ളത്. പക്ഷെ തിരുവനന്തപുരത്ത് രാജേഷും ടീമും എന്തു ചെയ്യുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സ്റ്റാമ്പ് പതിക്കുന്നുണ്ട്. ആരുടെ? മോദിയുടെ. മോദിക്ക ഗ്യാരണ്ടി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ 1, 2, 3 വെച്ചിട്ട് നടപ്പാക്കിയേക്കും. കേരളം മാറുകയാണ്. കേരളത്തിൻ്റെ മാറ്റം തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ പതാക വഹിച്ചുകൊണ്ട് നാളെ പദയാത്ര നടത്തിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ മോദി ഇറങ്ങി നടക്കും, പറയാൻ പറ്റില്ല. കൊച്ചിയിലൊക്കെ വന്നപ്പോൾ
പ്രധാനമന്ത്രി ഇറങ്ങി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് നാളെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടന്ന് ആ പുത്തരിക്കണ്ടം മൈതാനത്തെ ഇളക്കി മറിച്ചുകൊണ്ട് മോദി സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പുതിയൊരു ജാതകം എഴുതുകയാണ്. കേരളം മാറുകയാണ്. ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നമുക്ക് ഈ വർത്തമാനം നിർത്താം. മോദി വരട്ടെ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. സുഹൃത്തുക്കളെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ ആ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീല ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ അമർത്തുക.